السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولقد يسرنا القرآن للذكر فهل من مدكر. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സകലാദിനാഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആത്മാർത്ഥതയും ഭയഭക്തിയും കൈവിടാതെ സൂക്ഷിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും വികാര വിചാരങ്ങൾക്ക് പോലും പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ചിന്തയോടെ ആവുന്നത്ര നന്മകൾ ചെയ്ത് സകലമാന തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇത്തരം സദസ്സുകളുടെ പ്രത്യേകത ഉൾക്കൊണ്ടവരാണ് ഞാനും നിങ്ങളും. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മലായിക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്, യതൂഫൂന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന, യത്ലുബൂന മജാലിസൽ ഇൽമ്,
അറിവിന്റെ സദസ്സുകളെ അന്വേഷിച്ചുകൊണ്ട് വഇൻ വജദു അത്തരം സദസ്സുകളെ അവർ കണ്ടു കഴിഞ്ഞാൽ യജ്ലിസൂന മഅഹും ആ സദസ്സിലുള്ള മനുഷ്യരോടൊപ്പം ആ മലക്കുകളും സന്നിഹിതരാകും. ആ സദസ്സ് പിരിയുന്നതോടുകൂടി മലക്കുകൾ അവിടെ നിന്ന് പിരിയും, അള്ളാഹുവിന്റെ സന്നിധാനത്ത് ചെല്ലും. അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന്. അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, നാദാ നിന്റെ ഭൂമിയിലെ ഇന്നാലിന്ന സ്ഥലത്തെ ഇന്നാലിന്ന അടിമകളുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ ഹാജരായിട്ടുള്ളത്. അവർ നിന്നെ സ്തുതിക്കുകയും നിന്നെ പുകഴ്ത്തുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കും, എന്താണ് അവിടെ ഒത്തുചേർന്ന് എന്നെ സ്തുതിക്കുന്ന, എന്നെ പുകഴ്ത്തുന്ന, എന്നെ മഹത്വപ്പെടുത്തുന്ന എന്റെ അടിമകളുടെ ആഗ്രഹം? മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന, അവർ നിന്റെ സ്വർഗം ലക്ഷ്യം വെച്ച് വന്നവരാണ്, നിന്റെ സ്വർഗം ചോദിക്കുകയാണ്. അള്ളാഹു ചോദിക്കും, അതിനെന്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല നാഥ, നിന്റെ സ്വർഗം ഭൂമി ലോകത്ത് വെച്ച് നീ കാണിച്ചു കൊടുത്ത ചില പ്രത്യേക വ്യക്തികളല്ലാതെ കണ്ടിട്ടില്ല. അള്ളാഹു ചോദിക്കും, എന്റെ സ്വർഗമെങ്ങാനും എന്റെ അടിമകൾ കണ്ടിരുന്നുവെങ്കിലോ? മലക്കുകൾ പറയും, അള്ളാഹുവേ, നിന്റെ സ്വർഗം അവർ കണ്ടിരുന്നെങ്കിൽ, അതിന്റെ വിശാലത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവിടെ കിട്ടാൻ പോകുന്ന അനുഭവങ്ങളും ആസ്വദിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ സ്വർഗത്തിനു വേണ്ടി എത്ര സമയവും അവർ ചെലവഴിക്കുമായിരുന്നു, എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാകുമായിരുന്നു എന്ന് മലക്കുകൾ പറയുമെത്രേ. അള്ളാഹു ചോദിക്കും, പിന്നെ എന്താണ് എന്റെ അടിമകളുടെ ആവശ്യം? മലക്കുകൾ പറയും, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നവരാണ്, നരകമോചനം ലക്ഷ്യം വെച്ച് അവിടെ ഒത്തുചേർന്നവരാണ്. അള്ളാഹു ചോദിക്കും, എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ എന്ന്. ഇല്ലെന്ന് മലക്കുകൾ മറുപടി പറയും. അള്ളാഹു തിരിച്ചു ചോദിക്കും, എന്റെ നരകമെങ്ങാനും എന്റെ അടിമകൾ കണ്ടിരുന്നെങ്കിലോ എന്ന്. മലക്കുകൾ പറയും, പടച്ചവനെ, നിന്റെ നരകം അവർ കണ്ടിരുന്നുവെങ്കിൽ അതിന്റെ ഭയാനകത, അതിന്റെ ഭീകരത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവിടെ കിട്ടാൻ പോകുന്ന ഏറ്റവും ചെറിയ ശിക്ഷയുടെ പോലും കാഠിന്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നുവെങ്കിൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര സമ്പത്തും അവർ ചെലവഴിക്കുമായിരുന്നു, എത്ര സമയവും അവർ വിനിയോഗിക്കുമായിരുന്നു എന്ന് മലക്കുകൾ മറുപടി പറയുമെത്രേ. അള്ളാഹു ചോദിക്കും, പിന്നെ എന്താണ് എന്റെ അടിമകളുടെ ആവശ്യമെന്ന്. മലക്കുകൾ പറയും, നിന്റെ അടിമകൾ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ പാപപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടണമെന്നാണ്. അള്ളാഹു പറയും, ലഖദ് ഗഫർതു ലഹും, എങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന സദസ്സിൽ അവർ സന്നിഹിതരായതുകൊണ്ട് അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. വഖാല മലക്കും മിനൽ മലായിക, ഇത് കേൾക്കുമ്പോൾ മലക്കുകളിലെ ഒരു മലക്ക് അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നു, അള്ളാഹുവേ, അത്തരം സദസ്സിൽ അവർ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ജീവിതത്തിന്റെ പച്ചയായ ജീവിതത്തിൽ തിന്മകളെമ്പാടും ചെയ്തവർ, പാപങ്ങളിൽ മുഴുകിയവർ, തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയവർ അക്കൂട്ടത്തിലുണ്ട്. അവരുടെ അവസ്ഥ എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലഖദ് ഗഫർതു ലഹും, അവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ദീനീ സദസ്സിൽ പങ്കെടുത്തത് കൊണ്ട്, ദീൻ ഉൾക്കൊള്ളാനുള്ള താല്പര്യം കാണിച്ചത് കൊണ്ട് അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു മറുപടി പറയും. ഞാനിത് ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാരണം, കേവലം ഈ ഒത്തുചേരലിനെ, ഈ സംഗമത്തെ നാം ഒരു ചടങ്ങായി കണ്ടുകൂടാ. ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക, ഇത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന, അവന്റെ പ്രവാചകന്റെ സ്നേഹം ലഭിക്കുന്ന, പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു സദസ്സിലാണ് നമ്മളുള്ളത് എന്ന ആത്മാർത്ഥതയോട് കൂടിയായിരിക്കണം എന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വായിനെയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് എന്തും കുടിക്കാനും എന്തും കഴിക്കാനും എന്തും ആഗ്രഹിക്കാനും എന്തും ആസ്വദിക്കാനും അനുവാദം നൽകപ്പെട്ട സ്വർഗലോകത്ത് അവർ ജീവിക്കുന്ന സമയത്ത് ഒരു ഉപദേശകന്റെ റോളിൽ പിശാച് ഹാജരാവുകയാണ്.
തനിക്ക് വലിയ കാര്യങ്ങൾ അറിയുമെന്ന നിലക്ക് പിശാച് ആദിമ മനുഷ്യൻ ആദം നബിയെയും ഭാര്യയെയും സമീപിക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരു പ്രത്യേകതരം മരത്തിലെ പഴം തിന്നാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്ന ആദ്യ സന്ദർഭം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന നിലക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം തിന്നു നോക്കുന്നു. ഫലമോ സ്വർഗലോകം നഷ്ടപ്പെടുകയാണ്, ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്, ഭൂമി ലോകത്തേക്ക് വരികയാണ്. ചൂടും തണുപ്പുമുള്ള, വിയർപ്പും അധ്വാനവുമുള്ള, വേദനകളും യാതനകളുമുള്ള, രോഗവും മരണവുമുള്ള, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ഭൂമിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ താൻ തന്നെ അക്രമം ചെയ്തു പോയി എന്ന് റബ്ബിനോട് തുറന്നു പറയുകയും, നാദാ നീ എങ്ങാനും ഞങ്ങൾക്കത് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം മഹാകഷ്ടത്തിലാണ്, ഞങ്ങൾ നരകാവകാശികളായി തീരും. പടച്ചവനെ, നീ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി, നീ ഞങ്ങൾക്കത് പുറത്തു തരണമെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഭാര്യ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. എന്നിരുന്നാലും മനുഷ്യ സമൂഹം ഇനി ഭൂമിയിലാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു തന്റെ വിധി അവരെ പഠിപ്പിക്കുകയാണ്. ഇനി സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകാൻ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള മാർഗം അവിടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം എടുത്തുദ്ധരിക്കുകയും ആദം നബിയോട് അല്ലാഹു പറഞ്ഞത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നാം അവരോട് പറഞ്ഞു, നിങ്ങളെ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. മനുഷ്യവർഗം ഇനി ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. ഭൂമിയിൽ മനുഷ്യവർഗം ജീവിക്കുന്ന സമയത്ത് മാനവകുലത്തിലേക്ക് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള സന്മാർഗ ദർശനം, തത്വോപദേശം, നിയമസംഹിതകൾ, നിയമ നടപടികൾ വന്നു കിട്ടുന്നതായാൽ ഫമൻ തബിയ ഹുദായ, ആരാണോ എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ദർശനത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല. ഭയപ്പാടില്ലാത്ത, ദുഃഖവും ദുരിതവുമില്ലാത്തൊരു ലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? ഫമൻ തബിയ ഹുദായ, എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നവർക്ക്, അല്ലാഹുവിന്റെ മാർഗദർശനത്തെ പിൻപറ്റുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയുക. സഹോദരങ്ങളെ, ആ സന്മാർഗ ദർശനമാണ്, ആ ഹുദയാണ് കാലാകാലങ്ങളിൽ മാനവകുലത്തെ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഓരോ കാലഘട്ടത്തിലേക്കും കടന്നു വന്ന അതത് പ്രവാചകന്മാരിലൂടെ അതത് സമൂഹത്തിലേക്ക് ഈ ഹുദ ആ പ്രവാചകന്മാർ വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ സന്മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ തുടങ്ങി. സത്യത്തിന്റെ പാത ഏതെന്ന്, അസത്യത്തിന്റെ മാർഗം ഏതെന്ന് വേർതിരിച്ച് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ ആവോളം പരിശ്രമിച്ചു. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്മാർഗ ദർശനങ്ങളുടെ പൂർത്തീകരണമായ വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം പാഴാകുന്നുവോ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആ ഖുർആനിന്റെ പ്രത്യേകത കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, നമ്മൾ ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചാലും അതിന് ന്യൂനതകൾ ഉണ്ടെന്ന് വരാം, അതിന് പോരായ്മകൾ കണ്ടെന്ന് വരാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഹുദയെ സംബന്ധിച്ച് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആ ഹുദ, ആ സന്മാർഗ ദർശനം നൽകുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഖുർആൻ പലവരും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹി അഖ്വം, ഏറ്റവും വക്രതയും വളവുമില്ലാത്ത നേരായ പാതയിലേക്ക് മനുഷ്യ സമൂഹത്തെ വഴി നയിക്കുന്ന ഗ്രന്ഥമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. അതേ സഹോദരങ്ങളെ, നാം ഖുർആൻ പഠിച്ചാൽ, നാം ഖുർആൻ മുറുകെ പിടിച്ചാൽ, ഖുർആനിന്റെ ആശയങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ നാം വഴിതെറ്റുന്ന പ്രശ്നമില്ല, ദുഃഖവും ദുരിതവും നമ്മെ വേട്ടയാടുന്ന പ്രശ്നമില്ല. മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന ശാന്തി മന്ത്രമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. വഴിയറിയാതെ ഉണർന്ന മനുഷ്യർക്ക് വഴി കാണിക്കുന്ന ചൂണ്ടുപലകയാണ് വിശുദ്ധ ഖുർആൻ എന്ന് നാം തിരിച്ചറിയണം.
അതെ, ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർക്ക് വെളിച്ചം നൽകുന്ന വിളക്കുകാലാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ ജീവിതം ആസകലം മാറുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആദ്യഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ ജാഹിലിയത്ത് എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അജ്ഞതയുടെ അരമനയിൽ അന്തിയുറങ്ങിയിരുന്ന ഒരു സമൂഹത്തെയാണ് വിശ്വാസത്തിന്റെ, വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, പ്രകാശഗോപുരത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചുയർത്തിയത്. അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആയുധമായിരുന്നു വിശുദ്ധ ഖുർആൻ. നമുക്കറിയാമല്ലോ ജാഹിലിയ കാലത്തിന്റെ അവസ്ഥ. യുദ്ധത്തിലും മദ്യത്തിലും പെണ്ണിലും എന്നു വേണ്ട സകലമാന വൃത്തികേടുകളിലും മുങ്ങിത്താഴുന്ന ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരും നെറുകേടും തിരിച്ചറിയാൻ പറ്റാത്ത, അതിരും എതിരും തിരിയാത്ത താന്തോന്നികളും തമ്മാടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മദ്യത്തിന്റെ ചഷകങ്ങളിൽ അവർ മുങ്ങിത്താഴ്ന്നു. പെണ്ണ് എന്നത് ഒരു ഹരമായി കണ്ട് ഒരു പെണ്ണിനെ തന്നെ 10 പേര് മാറി മാറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ പിറക്കുന്ന കുഞ്ഞിന്റെ പിതാവിനെ നിശ്ചയിക്കാൻ ബന്ധത്തിലേർപ്പെട്ട മുഴുവൻ ആളുകളെയും നിരത്തി നിർത്തി കുഞ്ഞിന്റെ മുഖവും അവരുടെ മുഖവും മാറി മാറി നോക്കിക്കൊണ്ട് പിതാവിനെ നിശ്ചയിച്ച കാട്ടാളന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്വന്തം ബീജത്തിൽ പിറക്കുന്ന, രക്തത്തിൽ പിറക്കുന്ന പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇമാം അഹ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുസ്നദിലുള്ള ഹസനായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസിൽ അക്കാര്യം നമുക്ക് കാണാൻ കഴിയും. ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനേകസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് നജ്ജാശി രാജാവിനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന വരികൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, കുന്നാ നഹ്നു അഹ്ലിൽ ജാഹിലിയ, ഞങ്ങൾ അജ്ഞത കാലഘട്ടത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു, ജാഹിലിയ കാലത്ത് ജീവിച്ചവരായിരുന്നു. നഅബ്ദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. നഅകുലുൽ മൈത, ഞങ്ങൾ ശവന്തീനികളായിരുന്നു. അന്യന്റെ ഒട്ടകം തന്റെ മേച്ചിൽ പുറത്തു നിന്ന് അല്പം പുല്ല് തിന്നാൽ ദിവസങ്ങളോളമല്ല, ആഴ്ചകളോളമല്ല, മാസങ്ങളോളം നീണ്ട യുദ്ധം ചെയ്ത നിരവധി പേർ കശാപ്പ് ചെയ്യപ്പെടാൻ മാത്രം വാളെടുത്ത, പരിചയെടുത്ത യുദ്ധക്കൊതിയന്മാരായിരുന്നു ഞങ്ങൾ. ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട് ചട്ടമ്പികളും വാടക ഗുണ്ടകളുമായി ജീവിച്ച് സകലമാന തിന്മകളും നെഞ്ചകത്തേറ്റി നന്മയെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തരം കാട്ടാളന്മാരായി ജീവിച്ച ആളുകളായിരുന്നു ഞങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ എന്നത് ഒരു ഹരമായി ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഒട്ടകം നിൽക്കുന്നിടത്ത് ടെന്റ് കെട്ടിപ്പാർത്ത് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരായിരുന്നു ഞങ്ങൾ. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് സംസ്കരിക്കാൻ സാധിച്ചത്, ഞങ്ങളുടെ ജീവിതം വിമലീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെയുമായിരുന്നു എന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കുക വഴി അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ കോതിക്കേൾപ്പിക്കും, അവരെ സംസ്കരിച്ചെടുക്കുകയും വിശുദ്ധ ഖുർആനും തത്വജ്ഞാനവും അഥവാ വിശുദ്ധ ഖുർആനും പ്രായോഗിക വിശദീകരണമായ ഹദീസും അവരെ പഠിപ്പിക്കുകയും ചെയ്ത് മുമ്പ് അങ്ങേയറ്റത്തെ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകനിലൂടെ, ആ വിശുദ്ധ ഖുർആനിലൂടെ ആ സമൂഹത്തിന് വന്ന മാറ്റം അത്യപൂർവമായ മാറ്റമായിരുന്നു എന്ന്, അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റമായിരുന്നു എന്നാണ്
ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ അതിന് സാക്ഷിയായുണ്ട് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ഉമർ ആരായിരുന്നു എന്ന് കേട്ടവരും അറിഞ്ഞവരുമാണ് നമ്മൾ. സ്വന്തം പെണ്ണിനെ കുഴിച്ചു മൂടാൻ കുഴികുത്തുന്ന സമയത്ത് തന്റെ താടിയിൽ വന്ന് വീഴുന്ന മണ്ണും പൊടിയും തന്റെ മകൾ തട്ടിക്കൊടുക്കുമ്പോ അവൾ അല്പ ദൂരത്തേക്ക് മാറ്റി നിർത്തി വീണ്ടും കുഴി പൂർത്തിയാക്കി ആ കുഴിയിൽ മൂടിപ്പോന്ന ഉമർ എന്ന വ്യക്തിയെ അങ്ങ് ഉക്കാലയിലും ദുൽമജാസിലും അടിപിടി കൂടിയിരുന്ന പോക്കിരിയായി ജീവിച്ചിരുന്ന ആ ഉമറിനെ എന്റെ സാമ്രാജ്യത്തിൽ ഒരു ആടെങ്ങാനും ഭക്ഷണം കിട്ടാതെ ചത്തുപോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചോദിക്കപ്പെടുമെന്ന് പേടിച്ച് കരഞ്ഞ ഉമറാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആൻ എന്ന ആയുധമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. മാറ്റങ്ങൾ വരാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിച്ചുരുക്കലുകളില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. ഖുർആനിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിന്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ വചനം എന്താ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഉത്ബോധനം എന്ന് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഫസ്സിറുകളായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ. അദ്ദിക്ർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അൽ ഖുർആനുൽ അലീം കലാമുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആൻ മാറ്റങ്ങളില്ലാതെ നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, വീട്ടിന്റെ അലമാരകളിലുണ്ട്, ജനൽ തിണ്ണകളിലുണ്ട്, പള്ളികളിലുണ്ട്, ഷോക്കേസുകളിലുണ്ട് സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ മൊബൈലിലുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്, നമ്മുടെ പോക്കറ്റുകളിലുണ്ട്. എന്നിരുന്നാലും അതുമായി ജീവിതം എത്രത്തോളം ബന്ധപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വൈരുദ്ധ്യങ്ങളുമില്ലാത്ത, വേർതിരിവുകൾ കാണാത്ത, കൂട്ടിമുട്ടലുകളില്ലാത്ത ഒരു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നു എന്നത് മഹത്തായൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 82-ാമത്തെ വചനം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും ലോകാധിനാഥനായ സകലാധിനാഥനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ, അപാകതകൾ അതിൽ കാണുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടായിട്ടും ആ ഖുർആൻ പഠിക്കാനുള്ള, ആ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളും സംരംഭങ്ങളും എമ്പാടുമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ, എന്റെ സഹോദരി സഹോദരങ്ങളിൽ, എന്റെ പ്രിയ മാതാപിതാക്കളിൽ എത്ര പേരുണ്ട് എന്ന് ആത്മാർത്ഥമായി അവനവനെ തന്നെ ഒന്ന് വിചാരണ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പോലും അതിന് പ്രതിഫലമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം എന്റെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ കേവലം ഓതിപ്പോയാൽ തന്നെയും അതിന് പ്രതിഫലമുണ്ടെങ്കിലും ജീവിതം മാറണമെങ്കിൽ, ജീവിതം വിമലീകരിക്കണമെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം, ധാർമ്മിക നിഷ്ഠയിൽ, സനാതന തത്വങ്ങളിൽ, സദാചാര മൂല്യങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ഖുർആൻ ഓതിയാൽ മാത്രം പോരാ. ഖുർആനിന്റെ ആശയം കൂടി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എത്ര ചരിത്ര സംഭവങ്ങൾ അതിന് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിച്ച ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ രണ്ടാളുകൾ പ്രവേശിച്ചു. അത്താ റളിയല്ലാഹു അൻഹുവും ഉബൈദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും. അവർ രണ്ടുപേരും വന്ന് കുറച്ച് സമയം സംസാരിച്ച് അല്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് രണ്ടുപേരും പറഞ്ഞു, ഫഅഖ്ബിരീന ബിഅഅജബി ശൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ, ആകർഷിച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തേങ്ങിക്കരയുകയാണ്. കണ്ണുനീര് തുടച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താണെന്നോ? എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? കാന അംറുഹു
കുല്ലുഹു അജബാ. ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്നെ ആകർഷിച്ചിരുന്നു, അത്ഭുതകരമായിരുന്നു, എന്നെ ഇഷ്ടപ്പെടുത്തുമായിരുന്നു. പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ സംസ്കാരം, പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോട്ടം, പ്രവാചകന്റെ ചലനം, പ്രവാചകന്റെ അടക്കം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അവിടുത്തെ സമീപനം, അവിടുത്തെ സാമ്പത്തിക രംഗം, അവിടുത്തെ ദാമ്പത്യ ജീവിതം, ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ഓരോ നിമിഷവും അത്ഭുതകരമായിരുന്നു എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ ഉദാഹരണമായി ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് നിശ്ചയിച്ച രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വരികയുണ്ടായി. പ്രവാചകന്റെ വ്യത്യസ്ത ഭാര്യമാർക്ക് വ്യത്യസ്ത ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുക്കാറുള്ള പ്രവാചകൻ ഒരു ദിവസം എനിക്ക് നിശ്ചയിച്ച രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നു നിന്ന് എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ തോളിൽ കൈവച്ച് എന്നോട് ചോദിച്ചു, ആയിഷ, ഇന്നെന്നെയൊന്ന് വെറുതെ വിടുമോ ആയിഷ? ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് ആരാധിക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിന്റെ വചനങ്ങളൊന്ന് പാരായണം ചെയ്യട്ടെ, ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യട്ടെ ആയിഷ, നിന്നോടൊപ്പം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആയിഷ, എന്നിരുന്നാലും ഇന്നെന്നെയൊന്ന് വെറുതെ വിടുമോ ആയിഷ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താണെന്നോ, പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി നിശ്ചയിച്ചപ്പെട്ട ദിവസം എന്നോട് വന്ന് താങ്കളെ വെറുതെ വിടണമെന്ന് പറയുമ്പോ എനിക്ക് സങ്കടമുണ്ട് പ്രവാചകരെ. പക്ഷേ താങ്കളുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം, താങ്കളുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം, താങ്കളുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം. താങ്കൾക്ക് പോകാം, താങ്കൾക്ക് റബ്ബിനെ ആരാധിക്കാം, താങ്കൾക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഈ ഭാര്യ ഒരു തടസ്സമില്ല, ഈ ആയിഷ ഒരു തടസ്സമില്ല എന്ന് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഉടൻ തന്നെ പ്രവാചകൻ എന്നെ ഒന്ന് നോക്കി എന്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ച് എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത് കണ്ട കൂജയിലെ വെള്ളത്തിൽ നിന്ന് വുളുവെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ ആരംഭിച്ചു. ഞാൻ പ്രവാചകനെ തന്നെ ശ്രദ്ധിച്ചു. പ്രവാചകൻ കരഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. പ്രവാചകന്റെ കണ്ണുനീര്, പ്രവാചകന്റെ കണ്ണുനീര് താടിരോമങ്ങളെ നനച്ച് താഴെ കുറ്റി ഉറ്റി വീഴുന്നത് ഞാൻ കാണുകയുണ്ടായി. പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോഴും കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത മണല് പോലും നനഞ്ഞു കുതിർന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഞാൻ എന്താണ് ഇന്നു മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത പ്രവാചകനിൽ എന്നറിയാൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. പക്ഷേ പലപ്പോഴും എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ അടഞ്ഞുപോയി. സുബ്ഹിന്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു, ബാങ്ക് വിളിച്ചു. പ്രവാചകൻ ഉണർന്നിട്ടില്ലേ എന്നറിയാൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയല്ല. അവിടുന്ന് തന്റെ വലതു കൈയിലേക്ക് വലതു കവിള വെച്ച് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കരയുന്ന പ്രവാചകനെ ബിലാൽ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ബിലാൽ ചോദിച്ചു, പ്രവാചകർ, താങ്കൾക്ക് എന്തു പറ്റി? ആരാണ് താങ്കളെ വേദനിപ്പിച്ചത്? ആരാണ് താങ്കളെ പ്രയാസപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണെന്നോ, ബിലാലെ, ഞാൻ എൻ്റെ പാപമോർത്ത് കരയുകയാണ്, ഞാൻ എൻ്റെ തിന്മകളോർത്ത് കരയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഇന്നലകളിൽ പാപം ചെയ്തവരെ ആരാണ് പറയുന്നതെന്നോ, മുഴുവൻ ആളുകളെയും തൻ്റെ തൊട്ടടുത്ത് വിളിച്ചു ചേർത്ത്, ജനങ്ങളെ, ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല, ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല. നിങ്ങൾ ഉറങ്ങുന്നത് പോലൊരു ദിവസം മരിക്കും, നിങ്ങൾ ഉണരുന്നത് പോലൊരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഖബറിലെ ചോദ്യം സത്യമാണ്, ഖബറിലെ ശിക്ഷ സത്യമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോർത്ത് കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലിമ തബ്കി, എന്തിന് താങ്കൾ കരയണം? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, താങ്കളുടെ ജീവിതത്തിൽ വരുന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ സകലമാന പാപങ്ങളിൽ നിന്നും മുക്തനായ ഭക്തനായ താങ്കൾ എന്തിന് കരയണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലെ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാൽ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാൽ, അതിനാണ് ഞാൻ കരയുന്നത് ബിലാൽ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ വിഷയവുമായുള്ള ബന്ധം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ, ഇന്നലെ രാത്രി
ചില ആയത്തുകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു ബിലാൽ. ആ ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ ബിലാൽ? വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ മാ ഫീഹാ. ബിലാൽ, ആ വചനങ്ങൾ ഓതുന്നവർക്ക് നാശമാണ് ബിലാൽ. ഉറ്റാലോചിക്കാതെ, ചിന്തിക്കാതെ, ആഴത്തിൽ പഠിക്കാതെ, കളിതമാശ രൂപത്തിൽ വെറുതെ അങ്ങ് നാവുകൊണ്ട് അതരവ്യായാമം നടത്തി പാരായണം ചെയ്താൽ പാപം കിട്ടുന്ന, കുറ്റം കിട്ടുന്ന, വൈലുൻ എന്ന നരകത്തിലെ സ്ഥാനം കിട്ടുന്ന ചില ആയത്തുകളാണ് ഇന്നലെ രാത്രി എനിക്ക് അവതരിച്ച് കിട്ടിയത് ബിലാൽ. ഉറ്റാലോചിക്കണം ബിലാൽ, ചിന്തിക്കണം ബിലാൽ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന വരികൾ ഏതെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 190 മുതലുള്ള വചനങ്ങളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിൽ, ലായാത്തുൽ ലിഉലിൽ അൽബാബ്, ഉറ്റാലോചിക്കുന്ന മനുഷ്യർക്ക്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഏറെ ഗുണപാഠങ്ങളുണ്ട്. അതായത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ. അവർ പറഞ്ഞു പോകും, പടച്ചവനെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ആകാശങ്ങളെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെ, ചന്ദ്രന്റെ നിലാവലകളെ, മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ, കത്തിജ്വലിക്കുന്ന സൂര്യനെ, ചന്ദ്രനെ, നാഥാ, നീ വെറുതെ സൃഷ്ടിച്ചതല്ല. കടലിനെയും കരയെയും കടലിന്റെ ആഴികളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. എനിക്ക് കാണാനുള്ള കണ്ണുകളും, കേൾക്കാനുള്ള കാതുകളും, നടക്കാനുള്ള കാലുകളും, പിടിക്കാനുള്ള കൈകളും, സംസാരിക്കാനുള്ള ചുണ്ടുകളും നാവും നാഥാ, നീ വെറുതെ തന്നതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, നീ എത്ര പരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ. അതുകൊണ്ട് നരകത്തിൽ ആര് പ്രവേശിക്കും, സ്വർഗത്തിൽ ആര് പ്രവേശിക്കും എന്ന് പരിശോധിക്കാനാണല്ലോ നാഥാ നീ ഇതൊക്കെ സൃഷ്ടിച്ചത്. നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, കേവലം ഖുർആൻ പാരായണം ചെയ്താൽ മാത്രം പോരാ, അതിന് ഉറ്റാലോചിക്കാൻ, ആഴത്തിലിറങ്ങിച്ചെല്ലാൻ, അഗാധതലങ്ങളിൽ ചെന്ന് ഖുർആനിന്റെ ആശയങ്ങൾ നെഞ്ചകത്തേറ്റാൻ വിശ്വാസികളെ, ഈമാനുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 17-ലും 22-ലും 32-ലും 40-ലും ആവർത്തിച്ചാവർത്തിച്ചല്ലാഹു ഒരേ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനവും അതുതന്നെയാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ ഉറ്റാലോചിക്കാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ചിന്തിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ലളിതമാക്കിയിട്ടുണ്ട്, എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ. പക്ഷെ ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് ഉറ്റാലോചിക്കാൻ, ആരുണ്ട് ഈ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കാൻ എന്ന് ഖുർആനിലൂടെ ആവർത്തിച്ച് 4 തവണ ഒരേ സൂറത്തിലൂടെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, നാഥാ, ഞാനുണ്ട് ഉറ്റാലോചിക്കാൻ. ദിവസവും ഒരു പേജെങ്കിലും ഖുർആനിന്റെ ആശയമറിഞ്ഞ് ഓതുന്നവനാണ് ഞാനെന്ന് മനസ്സിനോട് പറയാൻ നമുക്ക് കഴിയണം. പടച്ചവനെ, നിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കാനുള്ള അവസരങ്ങൾ, QHLS ക്ലാസുകൾ, ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ഖുർആൻ ലേണിംഗ് ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഞാനെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായി പറയാൻ നമുക്ക് കഴിയണം. അതിനുള്ള അവസരം നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണെന്നോ, ഖുർആനിന്റെ ആശയം പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 93-ാമത്തെ വചനം ഇറങ്ങുകയാണ്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 93-ാമത്തെ വചനം. എന്താണ് ആ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്യുന്നതുവരെ, നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ ആരും പുണ്യത്തിൽ എത്തിച്ചേരുകയില്ല, നിങ്ങൾ നന്മയിൽ എത്തിച്ചേരുകയില്ല. ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത്, ലൻ തനാലുൽ ബിർറ
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൻ തനാലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾ ആരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ധർമ്മം ചെയ്യുന്നതുവരെ, ദാനം ചെയ്യുന്നതുവരെ, ഉദാരമതിയാകുന്നത് സ്വർഗാവകാശികളായി തീരുകയില്ല. ഈ വചനം കേട്ടപ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണ്? പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് അങ്ങ് ബൈറുഹായിൽ കിടക്കുന്ന, നീണ്ടുവരന്ന് കിടക്കുന്ന വിശാലമായ ഈത്തപ്പനത്തോട്ടമാണ്. ഞാനിതാ അത് റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകന് മുന്നിൽ കാഴ്ചവെച്ചത് ഖുർആൻ കൊണ്ടുണ്ടായ മാറ്റമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ വചനം കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതും ഈ രണ്ട് സംഭവങ്ങളും ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നോ? പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വത്ത് ഖൈബറിലെ സ്വത്താണ്, ഖൈബറിലെ എന്റെ ഈത്തപ്പനത്തോട്ടമാണ്. ഞാനിതാ റബ്ബിന്റെ മാർഗത്തിൽ അത് ധർമ്മം തന്നിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നു. പ്രവാചകൻ അത് സ്വീകരിക്കുന്നു, അത് വീതിക്കുന്നു, മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് അത് ധർമ്മം ചെയ്യുന്നു എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞത് ഖുർആനിലെ ആയത്തുകൾ കേവലം ഓതാനുള്ളതല്ല, ആശയം പഠിക്കാനുള്ളതുമല്ല, മറിച്ച് പഠിക്കുകയും ഓതുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മഹാനഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും നല്ലവര് ആരെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മനുഷ്യരെ, നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ഖുർആൻ പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, അതിന്റെ ആശയം പ്രബോധനം ചെയ്യാൻ ഈമാനുള്ളവരെ നമുക്ക് സാധിച്ചാൽ നമ്മളാണ് ഏറ്റവും നല്ലവർ, ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നാളെ നമുക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. വഖാലർ റസൂൽ, ആ പ്രവാചകൻ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ആ പ്രവാചകൻ പറയുക എന്നറിയുമോ? യാ റബ്ബി, എന്റെ നാഥാ, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ഈ സമൂഹം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ സ്വീകരിച്ചത് അവഗണനയോടുകൂടിയാണ്. ഖുർആനിനെ അവഗണിച്ചു നാഥാ, ഖുർആനിനെ പരിഗണിച്ചില്ല നാഥാ. ഈ വിശുദ്ധ ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞവരാണ് എന്റെ സമൂഹത്തിലെ ചിലർ എന്ന്. അങ്ങനെ ഖുർആനിനെ അവഗണിച്ചവർക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയിൽ സാക്ഷി പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നമ്മൾ അറിയണം എന്താണ് ഈ ഖുർആനിനോടുള്ള അവഗണന എന്ന് പറഞ്ഞാൽ. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് 4-5 രൂപത്തിലുള്ള ഖുർആനിനോടുള്ള അവഗണനയെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒന്നാമത്തെ അവഗണന എന്ന് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ, മറ്റുള്ളവർ ഖുർആൻ ഓതുമ്പോൾ ഒച്ചയിട്ട് പരിഹസിച്ച് ശബ്ദമുണ്ടാക്കി കൂക്കി വിളിച്ച് എനിക്കതൊന്നും കേൾക്കേണ്ട രൂപത്തിൽ പിന്മാറുന്നവർ ഖുർആനിനെ അവഗണിച്ചവരാണ്. ഏത് രൂപത്തിൽ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അവിടുത്തെ ആളുകൾ അതിനെ സമ്മതിച്ചില്ല, നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. നാട് വിട്ടു പോകുന്നതിനിടയിൽ ബർഖുൽ ഹിമാദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു ദുഹിന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അബൂബക്കർ, താങ്കളെ പോലുള്ളവർ ഈ നാട് വിട്ടാൽ ഈ നാടിന് തീരാ നഷ്ടമാണ്. അബൂബക്കർ, താങ്കൾ ഇവിടുന്ന് പോകരുത് എന്ന് ബർഖുൽ ഹിമാദിലെ ഇബ്നു ദുഹിന്ന, അന്ന് മുസ്ലിമല്ല, അദ്ദേഹം പറയുന്നു താങ്കൾ ഇവിടുന്ന് പോകരുത് എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ നിന്റെ ജനത അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇബ്നു ദുഹിന്ന പറഞ്ഞു, എന്റെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ഖുർആൻ ഓതാനുള്ള അനുവാദം ഞാൻ നൽകാമെന്ന്. ഇബ്നു ദുഹിന്നയുടെ വീട്ടിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ ആദ്യം എതിർക്കാനും എന്താണ് ഇവൻ പറയുന്നതെന്നറിയാനും തടിച്ചുകൂടിയ ജനങ്ങൾ അതിന്റെ ആശയങ്ങളുടെ സമ്പുഷ്ടതയിലേക്ക് കയറി ചെന്നപ്പോ, ആശയങ്ങളിലേക്ക് ചെന്നപ്പോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും പിന്നെ ആളുകൾ കൂടുതൽ വന്ന്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി ജീവിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ സംഭവിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 26-ാമത്തെ വചനം, വഖാലല്ലദീന കഫറൂ, അവിശ്വാസികളായ ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് ആളുകൾ തടിച്ചുകൂടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പോകരുത്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കരുത്. വൽഗൗ ഫീഹ്, നിങ്ങൾ കൂക്കി ഒച്ചയുണ്ടാക്കണം, നിങ്ങൾ ആർത്തട്ടഹസിക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. മുശ്രിക്കുകൾ പോലും കാഫിറുകൾ പോലും തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു അവിടെ. നിങ്ങൾ ഖുർആൻ കേട്ടാൽ നിങ്ങൾ അവരോടൊപ്പം പോകും. നിങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ, നിങ്ങൾ മുശ്രിക്കുകളായി നിലനിൽക്കണമെങ്കിൽ, വദ്ദിനെയും സുആയിനെയും നിങ്ങൾ ആരാധിക്കുന്നവരായി നിലനിൽക്കണമെങ്കിൽ, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് ഒച്ചയിടുന്ന ആളുകളുണ്ടല്ലോ, അത് ഖുർആനിനോടുള്ള അവഗണനയാണ്. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആൻ ദൈവികമല്ലെന്നും അതിന്റെ ദൈവികതയിൽ സംശയിക്കുകയും ഖുർആനിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ്. നഊദു ബില്ലാഹ്, ഈ രണ്ട് അവഗണനയിൽ നിന്നും മോചിതരാണ് ഞാനും നിങ്ങളുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ മൂന്നാമത്തെ അവഗണന എന്താണെന്നറിയുമോ? വതർകു തദബ്ബുരിഹി വതഫഹുമിഹി, ആ ഖുർആൻ പഠിക്കുകയും ചിന്തിക്കുകയും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും അതിന്റെ തഫ്സീർ പഠിക്കുകയും അതിന്റെ വിശദീകരണം ഉൾക്കൊള്ളുകയും അതിനു പണ്ഡിതന്മാർ കൊടുത്ത ആശയങ്ങളെ കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ആരായുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരിക്കൽ ഖുർആനിനോടുള്ള അവഗണനയാണ്. നാലാമത്തെ അവഗണന എന്തെന്നറിയുമോ? വതർകുൽ അമലു ബിഹി, ആ ഖുർആനിനനുസരിച്ചുള്ള അമലുകൾ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കൽ ഖുർആനിനോടുള്ള അവഗണനയാണ്. ഈ ഖുർആനിനെ പോലെ വേറെയും പല ഗ്രന്ഥങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ, പല കവിതകളും സംഗീതങ്ങളും ഈ ഖുർആനിനേക്കാളും മാധുര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഖുർആനിനോടുള്ള അവഗണനയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അവഗണനയിൽ ഖുർആൻ പഠിക്കാതിരിക്കലോ, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കലോ, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാതിരിക്കലോ, അത് ജീവിതത്തിൽ പകർത്താതിരിക്കലോ ആയി വല്ല അവഗണനയും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വന്നാൽ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ പ്രവാചകൻ പറയും, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, നാഥാ, എന്റെ ഈ സമൂഹം ഈ ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു എന്ന് തീരുമാനിക്കുക വിശ്വാസികളെ. ഞാൻ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുമെന്ന്. ഖുർആൻ പഠിക്കാനുള്ള ഇവിടെ എത്രയെത്ര അവസരങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഒരു ലിസ്റ്റ് കാണുകയുണ്ടായി. 6 ക്ലാസുകൾ ഇവിടെ വെച്ച് മാത്രം നടക്കുന്നുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ, നമ്മുടെ മറ്റു സെന്ററുകളിൽ, നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ എമ്പാടും ലഭ്യമാണ്. പക്ഷേ അതുപയോഗപ്പെടുത്തുന്നവർ എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താണെന്നോ, ഈ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്നോ, മൻ ജഅലഹു ഇമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലൻ നാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ജഅലഹു ഇമാമഹു, ആരെങ്കിലും ഖുർആനിനെ മുന്നിൽ നിർത്തിയാൽ. എന്താ ഖുർആനിനെ മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ? ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുക, പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ഓതാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുകൾ പ്രത്യേകമായി പാരായണം ചെയ്യുക. ഇതൊക്കെയാണ് ഖുർആനിനെ മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ ഖഹ്ഫ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഖുർആനിനെ മുന്നിൽ നിർത്തൽ. എല്ലാ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി നാം പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഖുർആനിനെ മുന്നിൽ നിർത്തൽ. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 വചനങ്ങളും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ മുൽക്കും ഓതാൻ നമുക്ക് സാധിച്ചാൽ അത് ഖുർആനിനെ മുന്നിൽ നിർത്തലാണ്. അങ്ങനെ ആരെങ്കിലും ഖുർആനിനെ മുന്നിൽ നിർത്തിയാൽ ഖാദഹു ഇലൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വമൻ ജഅലഹു ഖൽഫഹു, ആരെങ്കിലും ഖുർആനിനെ പിന്നിൽ നിർത്തിയാൽ, ഖുർആൻ പഠിച്ചില്ല, ഖുർആന്റെ ആശയം മനസ്സിലാക്കിയില്ല, ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടില്ല, കേവലം മൊബൈലുകളിലും കമ്പ്യൂട്ടറുകളിലും പള്ളി തിണ്ണകളിലും മാത്രം അത് ഒതുങ്ങിയെങ്കിൽ സാഖഹു ഇലൻ നാർ, അവനെ അല്ലാഹു
നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സദസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു, അതേ പ്രവാചകരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അബ്ശിറൂ അബ്ശിറൂ, സന്തോഷിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക. കാരണം എന്താണെന്നോ, ഫഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മനുഷ്യ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, തറഫുഹു ബിയദില്ലാ, അതിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, അതിന്റെ മറ്റൊരറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഖുർആനിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കയ്യിൽ, മറ്റൊരറ്റം നമ്മുടെ കയ്യിൽ. ഖുർആൻ പഠിക്കും തോറും അള്ളാഹുവിലേക്ക് നാം അടുത്തടുത്തു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈജിപ്തിലെ ഖുർആൻ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് എത്രയോ ആളുകൾ ഒരു ദിവസം തന്നെ എത്രയോ ആയത്തുകൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ലോകത്തുണ്ടായത്. ഖുർആൻ പഠിക്കുന്നവർക്ക് മെമ്മറി വർദ്ധിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ലഭിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതെന്താണെന്നോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതമസ്സകൂ ബിഹി, അതുകൊണ്ട് ഈ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലൻ തഹ്ലികൂ, നിങ്ങൾ തകർന്നു പോവുകയില്ല, നിങ്ങൾ നശിച്ചു പോവുകയില്ല. വലൻ തളില്ലു, നിങ്ങൾ വഴിപിഴച്ചു പോവുകയുമില്ല. ബഅദഹു അബദ, ആ ഖുർആനിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം, ആ ഖുർആനിന്റെ ജീവിതം, ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി നിങ്ങൾ മാറുന്നിടത്തോളം കാലം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ അന്ത്യനാളിൽ അത് പാരായണം ചെയ്തവന് ശുപാർശ പറയാൻ, നാഥാ ഈ ഖുർആൻ ഓതിയവനാണവൻ, ഇത്ര സൂറത്ത് ഓതിയവനാണവൻ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ് ആ ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കവിതകൾ അറിയാം നമുക്ക്, കഥകൾ അറിയാം നമുക്ക്, പലരുടെയും പേരും ഊരും അറിയാം നമുക്ക്. വിശുദ്ധ ഖുർആനിൽ നിന്ന് തുടർച്ചയായി സൂറത്തുൽ ഫാത്തിഹ മുതൽ അൽ ഫാത്തിഹ, അൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, അഅറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ് എന്നിങ്ങനെ തുടങ്ങി ക്രമത്തിൽ പറയാൻ കഴിയുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനഃപ്പാഠമുള്ളവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? 30, 30, 40 വർഷം അധ്വാനിച്ച് ജീവിച്ച നമുക്ക് 40 സൂറത്തുകളെങ്കിലും മനഃപ്പാഠമില്ല എങ്കിൽ 8, 10 വർഷം വന്ന് ഗൾഫിൽ അധ്വാനിച്ച് ചോര നീരാക്കി പാടുപെട്ട് പണിയെടുത്ത് എടങ്ങേറായി ജീവിക്കുന്ന മനുഷ്യരെ, അപ്പോൾ അതോടൊപ്പം ഒരു 5 സൂറത്ത് മനഃപ്പാഠമാക്കാൻ ഒഴിവ് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നതെന്നോ? നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ബൈലോ, നിയമ ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നറിയുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖുർആനികമായ ആശയങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്തു യൂനുസ് 57-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു, മൗഇലത്തും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സൗദുപദേശം, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനുഷ്യ മനസ്സുകൾക്കുള്ള രോഗശമനമാണ് വിശുദ്ധ ഖുർആൻ, വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യവും സന്മാർഗവുമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിക്കുന്നു. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് കാരുണ്യവും രോഗശമനവും നാം ഇറക്കി തന്നിട്ടുണ്ട് എന്ന്
വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഖുർആൻ അല്ലാഹു നമുക്ക് ഇറക്കി തന്നത് പെടാപ്പാടിനല്ല, ആ നിയമങ്ങൾ കണ്ട് അന്താളിച്ചു നിൽക്കാനല്ല. ഇതെന്തൊരു നിയമമാണ്, എന്തെല്ലാം നിയമങ്ങളാണ് ഖുർആനിൽ, ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാകും, ഇതൊക്കെ എങ്ങനെ പാലിക്കും എന്ന് കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനുമല്ല വിശുദ്ധ ഖുർആൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ സൂറത്തുൽ ഹഖ്ഖയും സൂറത്തു ത്വാഹയും ആ ഒരാവർത്തി വായിക്കുന്നവർക്ക് അറിയാം വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം കേൾക്കുന്ന വരികൾ ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഈ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, തീർച്ചയായും ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഇത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ട് ആ ഖുർആനിൽ നിന്ന് ഒരു പേജ് ഖുർആൻ ഓതിയവർ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഒരുപക്ഷെ വെള്ളിയാഴ്ചയായതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ടാകാം. ഇന്നലെ നമ്മൾ ഖുർആൻ ഓതിയോ? ഒരാഴ്ചയെ അങ്ങ് പരിശോധിക്കുമ്പോൾ ദിവസവും ഒരു പേജെങ്കിലും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവന് 10 പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫായല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അലിഫു ഹർഫുൻ